KSRTCയിൽ അംഗീകൃത യൂണിയനുകളെ തെരഞ്ഞെടുക്കാനുള്ള ഹിതപരിശോധന ഈ മാസം 30-ന് നടക്കും. മെയ് 3-നാണ് വോട്ടെണ്ണൽ. 2023 ഡിസംബറിൽ കഴിഞ്ഞ തവണ അംഗീകാരം ലഭിച്ച യൂണിയനുകളുടെ കാലാവധി അവസാനിച്ചിരുന്നു. ഹിതപരിശോധനയ്ക്ക് 10 ദിവസത്തെ സാവകാശം കൂടി വേണമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF ആവശ്യപ്പെട്ടു. RB സനൂപ് വിശദാംശം നൽകും. സനൂപ്, KSRTC സർവീസ് സംഘടനകൾക്കിടയിൽ എത്ര കണ്ട് ആവേശകരമായ ഒരു വോട്ടെടുപ്പിനാണ് കളമൊരുങ്ങുന്നത്? എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? PC സൈഫുദ്ദീൻ 2020 ഡിസംബർ 30-ലാണ് അവസാനമായിട്ട് KSRTCയിൽ ഹിതപരിശോധന നടന്നത്. KSRTCയിലെ അംഗീകൃത യൂണിയനുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ഹിതപരിശോധന നടത്തുന്നത്. 2023 ഡിസംബറിൽ ഇവരുടെ കാലാവധി കഴിയുകയും ചെയ്തു. അതിനുശേഷം ജൂലൈ വരെ ഇവർക്ക് കാലാവധി നീട്ടി നൽകുകയായിരുന്നു. പിന്നീട് ഈ കാലാവധി അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ അംഗീകൃത യൂണിയനുകൾ KSRTCയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആവേശകരമായിട്ട് ഈ യൂണിയൻ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് 3 പ്രധാനപ്പെട്ട യൂണിയനുകളും മത്സരരംഗത്ത് സജീവമായിട്ട് തന്നെ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ അത് CITUവിന് 35% വോട്ട് ലഭിച്ചിരുന്നു. INTUCക്ക് കീഴിലുള്ള TDFന് 23% വോട്ടും ആദ്യമായിട്ട് BMS യൂണിയൻ പിടിക്കുകയും ചെയ്തിരുന്നു. 19% അവർക്ക് വോട്ട് ലഭിക്കുകയും ചെയ്തു. 15% വോട്ടുണ്ടെങ്കിൽ മാത്രമേ അംഗീകൃത യൂണിയനായിട്ട് കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ AITUC അടക്കമുള്ളവർ ഇത്തവണയെങ്കിലും ഈ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമായിട്ട് രംഗത്തുണ്ട്. ഈ മാസം 30-നാണ് ഹിതപരിശോധന നടക്കുന്നത്. മെയ് 3-ാം തീയതി പരിശോധനാ ഫലം വോട്ടെണ്ണൽ നടക്കും. അതിനുശേഷം അറിയാം KSRTC ഏതൊക്കെ യൂണിയനായിരിക്കും ഭരിക്കാൻ പോകുന്നതെന്ന്.